എന്തോന്നടാ ഇതൊക്കെ? എന്താണ് അതിന്റെ പ്രശ്നം? ചുമ്മാ കുറെ നേരമായിട്ട് തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ ആളെ ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ഉപ്പും മുളകും പുതിയ പ്രൊമോയിൽ എന്റെ പൊന്നോ ഒരു രക്ഷയില്ല. നമ്മുടെ സിദ്ധു അളിയനെ കണ്ടുപഠിക്കാൻ ശ്രമിക്കുകയാണ് നമ്മുടെ കേശു അളിയൻ. സിദ്ധു അളിയൻ നിൽക്കുന്നത് പോലെ നിൽക്കുന്നു, ഫുഡ് കഴിക്കുന്നത് പോലെ ഫുഡ് കഴിക്കുന്നു, സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്നു, പത്രം വായിക്കുന്നത് പോലെ പത്രം വായിക്കുന്നു. എന്റെ പൊന്നോ ഒരു രക്ഷയില്ല. നമ്മുടെ സിദ്ധു അളിയൻ എന്തൊക്കെ ചെയ്യുന്നു! എന്തിന് നമ്മുടെ ലച്ചു വിളിക്കുമ്പോൾ ലച്ചൂസേ എന്ന് പറഞ്ഞ് നമ്മുടെ സിദ്ധു അളിയൻ വിളിയേക്കാറില്ലേ, അതുപോലും നമ്മുടെ കേശു അളിയൻ അപ്പാടെ പകർത്തിയെടുക്കുക കേട്ടോ. ലാസ്റ്റ് നമ്മുടെ ലച്ചൂസ് അല്ലല്ലോ ലച്ചു ചേച്ചി എന്നിങ്ങനെ തിരുത്തുന്നൊക്കെയുണ്ട്. അങ്ങനെ സിദ്ധു അളിയൻ എന്ത് ചെയ്താലും എങ്ങനെ ഫുഡ് കഴിച്ചാലും അതേപോലെ കഴിക്കുന്നു. ലാസ്റ്റ് സിദ്ധു അളിയന് കലിപ്പാകുന്നുണ്ട്. കാരണം സിദ്ധു അളിയൻ നമ്മുടെ കല്ലുമോളെ വഴക്ക് പറയുന്നുണ്ട്. കല്ലുമോളും പാറക്കുട്ടിയും കൂടെ പോയി പുറത്തു പോയി കളിക്കും. അപ്പൊ നമ്മുടെ സിദ്ധു അളിയൻ കല്ലുമോളുടെ അടുത്തിട്ട് നീ എന്തിനാടി പുറത്തു പോയി കളിച്ചേ എന്നും പറഞ്ഞ് ഇങ്ങനെ വഴക്ക് പറയുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ കേശു പാറക്കുട്ടിയുടെ അടുത്ത് നീ എന്തിനാടി പുറത്തു പോയി കളിച്ചേ എന്ന് പറഞ്ഞ് നമ്മുടെ പാറക്കുട്ടീനെ ചോദ്യം ചെയ്യുവാട്ടോ. സെയിം ടോണില് സെയിം ഇതിൽ തന്നെ. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് അങ്ങോട്ട് ഭ്രാന്ത് പിടിച്ചിട്ട് നമ്മുടെ സിദ്ധു അളിയൻ നമ്മുടെ കേശുവിന്റെ അടുത്ത് പറയുന്നുണ്ട്, നീ എന്താ ആളെ കളിയാക്കുവാണോ, നീ കുറെ നേരം അയാളെ തുടങ്ങിയിട്ട് എന്താ നിന്റെ ഉദ്ദേശം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ലച്ചുവിനും ഭവാനിയും അമ്മയ്ക്കും കാര്യം പിടികിട്ടി എന്താണ് നമ്മുടെ കേശുവിന്റെ ഉദ്ദേശം എന്നുള്ളത്. നമ്മുടെ സിദ്ധു അളിയൻ എങ്ങനെയാണോ, സിദ്ധു അളിയൻ എപ്പോഴും എല്ലാവരും പൊക്കുവാണല്ലോ, സിദ്ധു അളിയൻ അതാണ് ഇതാണ് ആനയാണ് ചേനയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ സിദ്ധു അളിയനെ കണ്ട് പഠിക്കുക, അതാണ് നമ്മുടെ കേശുവിന്റെ ലക്ഷ്യം കേട്ടോ. ഇനി ഇതിന്റെ പിന്നിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് എപ്പിസോഡ് വരുമ്പോഴേ അറിയാൻ പറ്റുള്ളേ. എന്തായാലും കാത്തിരിക്കാട്ടോ കൂട്ടുകാരെ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഹെറാം ദി മലയാളി സൈനിങ് ഓഫ്.